ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് പ്ലെയിൻ ദോശ ഉണ്ടാക്കാം. നമുക്ക് ഈ ദോശ ഉണ്ടാക്കാനായിട്ട് വെറും ഗോതമ്പ് പൊടി ഉപ്പും മാത്രം മതി. അപ്പോൾ നമുക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണിത്. അപ്പോൾ നമുക്ക് ഈ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഗോതമ്പ് പൊടി ഞാനൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നമുക്ക് വേണ്ട എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് എടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഇതിന് ഗോതമ്പ് ദോശ എന്നാൽ ഗോതമ്പ് അപ്പം എന്നൊക്കെ പറയാം കേട്ടോ. ഇവിടെ അപ്പം എന്നൊക്കെ പറയലുണ്ട് ഇതിന്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കൊരു ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനും വെറുതെ കഴിക്കാനും ഒക്കെ പറ്റും. നല്ല ബീഫ് കറിയുടെ ഒപ്പമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒന്നുമില്ലെങ്കിലും കുറച്ചൊന്ന് മൊരിച്ചെടുത്താൽ വെറും ചായയുടെ ഒപ്പവും നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇത് സാധാരണ നോർമൽ വാട്ടറാണ് കേട്ടോ. ഇത് ചൂട് വെള്ളമൊന്നുമല്ല, നോർമലാണ്. സാധാരണ പൈപ്പിലെ പച്ചവെള്ളം. ഇത് നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് കൊണ്ടാണ് കലക്കിയെടുക്കുന്നത്. നമുക്കിത് കൈ വെച്ചും കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. പിന്നെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പറയാൻ സാധിക്കില്ല. കരിച്ചാൽ ഓരോ ഗോതമ്പ് പൊടിക്കും ഓരോ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതാ നമ്മളൊരു ദോശ മാവിൻ്റെയൊക്കെ ഒരു പരുവം കണ്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇത് ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കലക്കിയെടുക്കേണ്ടത്. ഇത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടിത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നു. വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ആണ്. ഇനി ഒരല്പം എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ കൊണ്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ദോശ ചുട്ടെടുക്കാൻ. ഇതിൻ്റെ ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിടാം. ഇത് അടിഭാഗം വെന്തു എന്നറിയുന്നത് ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗമൊക്കെ കണ്ടോ, ഇങ്ങനെ ഈ മാവിൻ്റെ ഈ വെള്ള കളർ തെളിഞ്ഞു മാറി വരുന്ന. അപ്പോൾ നമുക്ക് അടിഭാഗം വെന്തു എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം.
ഇതിപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മറിച്ചിട്ട ആ ഭാഗവും ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം കേട്ടോ. നമ്മുടെ ഒരു ഗോതമ്പ് ദോശ ഇവിടെ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മറ്റെല്ലാ ഗോതമ്പ് ദോശകളും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അവസാനം ഉണ്ടാക്കിയ മാവിൽ ഒരു കുറച്ച് ചെറിയ ദോശ ആയിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ സാധാരണ നമ്മൾ മൈദോട്ട് ദോശ ഉണ്ടാക്കാറുണ്ട്, അരിയുടെ ദോശ ഉണ്ടാക്കാറുണ്ട് അല്ലേ, അരിമാവ് കൊണ്ടൊക്കെ അരി അരച്ചിട്ടൊക്കെ. അതിനേൽ ഒരു 1-2 മിനിറ്റ് അധികം എടുക്കും നമ്മൾ ഈ ഗോതമ്പ് ദോശ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാൻ. അത്രയും ഒരു സമയം ഗോതമ്പ് ദോശ കൂടുതൽ എടുക്കലുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അത് നമ്മുടെ കുട്ടി ഗോതമ്പ് ദോശ ഇടാം. ദോശ ഉണ്ടോ? ഈ ദോശ ഒന്ന് മറിച്ചിട്ടപ്പോൾ ഒന്ന് പൊട്ടിപ്പോയതാണ് ഉണ്ടോ? കുഴപ്പമില്ല. വളരെ നൈസായ ദോശയാണ് കേട്ടോ. നമുക്കത് ഇങ്ങനെയൊക്കെ മടക്കാൻ പറ്റും കണ്ടോ. നല്ല സോഫ്റ്റ് ദോശ. നമുക്ക് 6 ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് പൊടിക്ക് നമുക്ക് 6 ദോശ കിട്ടിയിട്ടുണ്ട്. ഈ ഗോതമ്പ് ദോശ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു സിമ്പിൾ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.